എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാൻ ഈ സൗത്ത് ജംഗ്ഷനിൽ നമ്മുടെ ബോംബെ ടൂറിസ്റ്റ് ഹോമൊക്കെ ഇല്ലേ, അതിൻ്റെ ആ ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ പിറകിൽ അവിടെ നിന്ന് കുറേ വെള്ളം വരണുണ്ട. ആ വെള്ളത്തിൻ്റെ സ്മെല്ലുകൊണ്ടാണ് ഈ മാസ്ക് വെച്ച് നിൽക്കുന്നത്. അത്രയേറെ രൂക്ഷമായിട്ടുള്ള ഗന്ധം. ചാലക്കുടി സൗത്ത് ജംഗ്ഷനുണ്ടോ, ചാലക്കുടി ടൗണിൻ്റെ പുറത്തുനിന്ന് വരുമ്പോൾ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ചാലക്കുടി സൗത്ത് ജംഗ്ഷൻ. ആ സൗത്ത് ജംഗ്ഷനിൽ നിങ്ങൾ നിങ്ങളിതിൽ പോകുന്ന ആളുകൾ ഈ ദുരിതം പേർന്നുണ്ടാവും. ഈ രൂക്ഷമായിട്ടുള്ള സ്മെല്ല് ഇത് അതിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെ കടകളുണ്ട്, ഹോട്ടലുകളുണ്ട്. ആ ഇത് ഇവിടുന്ന് നോക്കില്ല കണ്ട അങ്ങേറ്റത്ത് അവിടെ ആ കാറ് കിടക്കണതിന് തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു ഗ്യാപ്പ് കണ്ട, നിങ്ങളങ്ങോട്ട് പോരുമ്പോൾ ഫ്രണ്ടിൽ അവിടെയൊക്കെ ഈ ഓടയ്ക്കകത്ത് മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ഇതെന്ത് മാലിന്യങ്ങളാണെന്നറിയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നഗരസഭേനെ അവഹേളിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടേക്ക് ആളുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തെറി പറയുന്നത് നഗരസഭേനായിരിക്കും. എന്നാൽ നഗരസഭ ഈ മാലിന്യമുക്ത പരിപാടിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാഞ്ഞിട്ടാണോ? ഇത് ഈ വിഷയം ശരിക്കും പറഞ്ഞാൽ എടുത്ത് കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പിള്ളേരൊക്കെ പോകുന്നുണ്ട് നല്ല സുഖമായിട്ട്. ആ വെള്ളത്തിലൊന്ന് ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ, ആ വെള്ളത്തിൽ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി അവസാനിക്കും. അതെന്തിട്ട് വെള്ളമാണോ, തീട്ടം വെള്ളമാണോ, എന്തിട്ട് വെള്ളമാണെന്നുള്ള ആർക്കറിയാം. അത്രയേറെ സ്മെല്ല്, രൂക്ഷ സ്മെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാരതം പോലെ ശരിക്കും തീട്ടത്തിൻ്റെ മണം. ഈ വെള്ളം ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി 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 ഇങ്ങനെ പോയിട്ട് ഇവിടെ ചെന്ന് റോട്ടിൽ കൂടെ ഒക്കെ ഒഴുകി അങ്ങ് സൈഡിലേക്ക് പോവുക. എന്തുമാതിരി രോഗങ്ങൾ വരുത്തുന്നറിയോ ഈ സംഭവങ്ങൾ. ഒന്നാമത് വൈറൽ ഫീവർ പരന്ന് കിടക്കുക. ഇത്ര രൂക്ഷമായിട്ടുള്ള രീതിയിൽ ഇത് എങ്ങനെയാണ് ഈ കാന ബ്ലോക്കായത്? ഇനി ഈ കാന വൃത്തിയാക്കഴിഞ്ഞിട്ടാണോ അതോ ഏതെങ്കിലും സ്ഥാപനങ്ങൾ കൊണ്ട് ഒടുക്കത്തടങ്ങാൻ തള്ളി വിടുന്നതാണോ? എന്തായാലും തീട്ടത്തിൻ്റെ മണമാണ്, തീട്ടത്തിൻ്റെ മണം. സൗത്ത് ജംഗ്ഷനിൽ തീട്ടം മണക്കുന്നു. അത്രയേറെ സ്മെല്ലുണ്ട്. നഗരസഭയുടെ ഹെൽത്ത് വിഭാഗമോ മറ്റാളുകളോ ഈ വിഷയത്തിൽ ഇടപെടണം. അതിഗുരുതരമായിട്ടുള്ള സ്ഥിതി ശോചനീയമാണ്. എന്തൊരു സ്മെല്ലാണെന്നറിയോ ഇങ്ങനൊരു സ്മെല്ല്. ഇതുപോലെ ഇങ്ങനെ പരസ്യമായിട്ട് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി ഇതിൽ കൂടെ ഇങ്ങനെ ജംഗ്ഷനിൽ കൂടെ ഒഴുകുന്ന ഏറ്റവും വൃത്തികെട്ട മോശമായിട്ടുള്ള പരിപാടി. ഞാൻ പറയുന്നത് ഈ മാലിന്യമുക്ത ചാലക്കുടിക്ക് വേണ്ടിയൊക്കെ യത്നിക്കുന്ന നേതാക്കന്മാരെ അവഹേളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഈ പരിപാടികൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൽ തീർച്ചയായിട്ടും നഗരസഭ വളരെ കണിശമായിട്ടുള്ള ഇടപെടൽ ചെയ്യണം. എനിക്ക് തോന്നുന്നു ഇവിടെ മുൻ അധികാരികളൊക്കെ വന്ന് സന്ദർശിച്ച് പോയിട്ടുണ്ട്. പക്ഷേ ഈ സന്ദർശനം കൊണ്ട് മാത്രം യാതൊന്നും ആവില്ല. ഈ വിഷയത്തിൽ എന്തെങ്കിലും സത്വരമായ ഇടപെടൽ നടത്തണം. ഇത് സൗത്ത് ജംഗ്ഷനാണ്. ഇവിടെ പോകുന്ന ആളുകൾക്ക്, ചാലക്കുടി ടൗണിലൂടെ പോകുന്ന ആളുകൾക്ക് മൂക്കും പൊത്തി പോകണം എന്നുള്ളൊരു സംഗതി എന്തിനാണ് കൊടുക്കണത്? ആളുകൾ സുഖകരമായിട്ട് സഞ്ചരിക്കട്ടെ. ഇത് മൂക്കും പൊത്തി പോകണത് ഇപ്പോൾ ഒരു മാസ്കല്ല, ഒരു 3-4 മാസ്കെങ്കിലും വെക്കണം. അത്ര സ്മെല്ലാണ്. ഞാൻ അധികം സംസാരിക്കണല്ലേ. നമ്മുടെയൊക്കെ ഒരു ടൗണിൻ്റെ സ്ഥിതി ഇതാണ്. അതായത് നമ്മുടെ മാലിന്യങ്ങളും നമ്മുടെ സംഗതികളും നമ്മുടെ വേസ്റ്റും സകല സാധനങ്ങളും റോട്ടിൽ കൂടെ ഒഴുക്കുക എന്നുള്ളത് നിശ്ചയിച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും അതീവ ശോചനീയ സ്ഥിതി. നല്ല ചെരുപ്പും പട്ടുസാരിയും ചുരിദാറൊക്കെ ഇട്ട് പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. തീട്ടം വെള്ളമാണ് ഈ കൂടെ പോകുന്നത്. തീട്ടം വെള്ളം അത്രമാത്രം പറയുള്ളൂ. ഈ തീട്ടം വെള്ളത്തിൽ കൂടെയാണ് കാല് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പരിപാടി അവസാനിച്ചു. ആഴ്ച ആയിട്ടുണ്ട് ഈ സംഭവം വന്നു പോയിട്ട്. ശരിക്കും ടോയ്ലറ്റ് വേസ്റ്റിന് വന്നുകൊണ്ടിരിക്കുന്നത് ഫുള്ളും. അത് എല്ലാവർക്കും നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പല മുനിസിപ്പാലിറ്റി ആൾക്കാരും വന്ന് നോക്കിയിട്ടുണ്ട്. കണ്ടുപോയിട്ട് ഒരാഴ്ച നമ്മൾ ഇന്ന് ശരിയാക്കും നാളെ ശരിയാക്കുന്ന വെച്ചിരുന്നു. ഇത് ഇതുവരെ ശരിയാക്കിയിട്ടില്ല. എല്ലാ സ്കൂൾ പോണ കുട്ടികളും എല്ലാവരും ബസ് ഇറങ്ങി ഈ പോണത് ഈ ടോയ്ലറ്റ് വേസ്റ്റ് കൂടെ പോണ വെള്ളത്തിൽ കൂടെ ചവിട്ടിയതാണ്. അവർക്ക് പോലും അറിയണില്ല ഇത് ബാത്റൂമിൽ നിന്ന് പോണ വേസ്റ്റാന്നുള്ളത്. പക്ഷെ മണം എല്ലാവരും മൂക്ക് പൊത്തിയിട്ടാണ് പോണത്. ഈ കടകളുടെ മുന്നിൽ കൂടെ ഇതാണ് സൗത്ത് ഹൗസിംഗ് ബോർഡിലേക്കാണ് ഇത് ഒഴുകണത്. ഇത് കാണുന്ന ഒരാൾ ഇതിൽ പ്രതികരിക്കാനില്ല. പാവപ്പെട്ട ഒരാളായിരുന്നെങ്കിൽ അവൻ്റെ മേത്ത് ഇപ്പോൾ എന്തെല്ലാം അവർ ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ ഹെൽത്തുകാർ ആരും ഹെൽത്തുകാർ ഒരു ബസ് ഇറങ്ങിയാൽ കാണാൻ സ്ഥലത്താണ് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് സംഭവം. ഇതിനെതിരെ എന്തായാലും ഉടനടി എന്തെങ്കിലും ആരും ചെയ്യാണ്ടായപ്പോഴാണ് ഞങ്ങൾ മീഡിയ വിളിച്ച് കൊടുക്കുന്ന ഒരാളെ, ഈ സത്യമായൊരു വാർത്ത കൊടുക്കുന്ന ഒരാളെ വിളിച്ച് വരുത്തിയത് സംഭവം. ഞങ്ങൾ ഈ ഓട്ടക്കാർ 100-100 ഓട്ടക്കാർ തന്നെ ഡെയിലി ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്മെല്ലും അവിടെ ചവിട്ടാൻ പറ്റുള്ള